സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. രണ്ട് സൂപ്പർ പോരാട്ടങ്ങൾ കൂടി ഇന്നും നാളെ പുലർച്ചെയുമായിട്ട് നടക്കാൻ പോകുന്നു. ഇംഗ്ലണ്ട് വേഴ്സസ് നോർവേ, അതിനുപരിയായിട്ട് അർജൻറ്റീന വേഴ്സസ് സ്വിസ് എന്നുള്ള പോരാട്ടം. സാധ്യതകൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എങ്ങനെയായിരിക്കും ഈ രണ്ട് മത്സര ഫലങ്ങളും? ആഗ്രഹം പറയാം ആദ്യം. സാധ്യതയ്ക്ക് മുമ്പ് നോർവേയും അർജൻറ്റീനയും വരണമെന്നൊരു ആഗ്രഹമുണ്ട്. അത്രത്തോളം നടക്കുമെന്നറിയില്ല. ഒന്ന്, മെക്സിക്കോക്കെതിരായ മത്സരത്തോടു കൂടി എന്താ പറയുക, നമ്മൾ ഈ ഗോഡ് മോഡ് ഓണാകുമെന്നൊക്കെ പറയുമല്ലോ, ആ മോഡിലാണ് ഇംഗ്ലണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ജൂഡ് ബെല്ലിഹാമിൻ്റെ ഒക്കെ ഒരു മികവെന്ന് പറയുന്നത്, ഒരു 30-35 മിനിറ്റോളം 10 പേരുമായിട്ടാണ് മെക്സിക്കോക്കെതിരെ കളിക്കുന്നത്. മെക്സിക്കോ നമുക്കറിയാം, അവരുടെ കാണികൾക്ക് മുമ്പിൽ അവർ വേറെ തന്നെ ഊർജ്ജത്തിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്. ഇംഗ്ലണ്ടിനെതിരെ നിരന്തരമായി അവ ആക്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പല്ലും നഖമൊക്കെ ഉപയോഗിച്ച് ചെറുക്കുക എന്ന് പറയുന്നത് ലിറ്ററലി നടപ്പിലാക്കിയ ഒരു ടീമായിരുന്നു. അപ്പോൾ ആ ഒരു പ്രീ ക്വാർട്ടർ വിജയം ഇംഗ്ലണ്ടിന് നൽകുന്ന വലിയ കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ആൻ്റണി ഗോർഡൻ ആയിക്കോട്ടെ, ഹാരി കെയ്ൻ ആയിക്കോട്ടെ, ബുക്കായോ സാക്ക ആയിക്കോട്ടെ, ടോപ്പ് പ്ലേയേഴ്സാണ്. എല്ലാം നല്ല ഗംഭീരമായിട്ട് കളിക്കുന്നു. ഓരോ മത്സരത്തിലും ഗംഭീരമായ രീതിയിലാണ് ഇംഗ്ലണ്ട് ഇമ്പ്രൂവ് ആകുന്നത് എന്നുള്ളതും തോമസ് തുഷേലിന് വലിയൊരു ആത്മവിശ്വാസം നൽകും. മറുവശത്തേക്ക് നോർവേ നോക്കുമ്പോൾ എർലിംഗ് ഹാളണ്ട് എന്നുള്ളൊരൊറ്റ പേര് മതി. ഹാളണ്ടിനെ ആര് പൂട്ടും എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇംഗ്ലണ്ടിനോട് ചോദിക്കുന്നുണ്ട്, ആരായിരിക്കും ഹാളണ്ടിനെ പൂട്ടാൻ കഴിയുമോ എന്നുള്ളത് ചോദിക്കുമ്പോൾ, ഹാളണ്ടിനെ ഈ ലോകകപ്പിൽ ആരെങ്കിലും പൂട്ടിയിട്ടുണ്ടോ എന്നൊരു മറുചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഹാളണ്ട് വേഴ്സസ് ഇംഗ്ലണ്ട് എന്നുള്ള രീതിയിലായിരിക്കും ഈ പോരാട്ടം നടക്കുന്നത്. ഒപ്പം തന്നെ ഒഡേഗാർഡ്, ന്യൂസെ അടക്കമുള്ള താരങ്ങളുടെ സപ്പോർട്ട് കൂടി ചേരുമ്പോൾ നോർവേ ഗംഭീരമായ ടീമാവും. മാത്രമല്ല, അവർ തോൽപ്പിച്ച് വരുന്നത് 5 വട്ടം ചാമ്പ്യൻസായ ബ്രസീലിനെയാണ്. ജപ്പാനെ തോൽപ്പിച്ച് ഫുൾ കോൺഫിഡൻസിൽ നിൽക്കുന്ന കാർലോ ആഞ്ചലോട്ടിയുടെ സംഘത്തെ 2-1 എന്നൊരു സ്കോറിന് പിന്നിൽ നിന്ന് വന്ന് തോൽപ്പിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പോൾ ഹാളണ്ട് വേഴ്സസ് ഇംഗ്ലണ്ട് പോരാട്ടത്തിന് വളരെ എക്സൈറ്റഡായി കാത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ രണ്ടാമത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ സ്വിറ്റ്സർലൻഡ് വേഴ്സസ് അർജൻറ്റീന ഗ്രൂപ്പ് റൗണ്ടിലെ എല്ലാ മത്സരങ്ങളും ആധികാരികമായി വിജയിച്ചു. പക്ഷേ നോക്കൗട്ടിലേക്ക് എത്തിയപ്പോൾ എല്ലാം അഗ്നിപരീക്ഷണങ്ങളാണ്. പ്രത്യേകിച്ച് കാപ് വെർദെക്കെതിരെ ഈ വിധം അർജൻറ്റീന വേർക്കുന്നു നമ്മൾ ആരും കരുതിയിട്ടില്ല. ഈജിപ്തിനെതിരെയും ഒരു അനായാസ വിജയമായിരിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ തോറ്റില്ല എന്നുള്ള സ്ഥിതിയിൽ നിന്നാണ് അർജന്റീന വരുന്നത്. ഒരുപാട് വിവാദങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്ന, വാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പ്രശ്നങ്ങൾ, റഫറിങ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ആ ചർച്ച ഇപ്പോഴും അവസാനിച്ചിട്ടുമില്ല. അപ്പോൾ അത്തരത്തിൽ വരുന്നൊരു അർജന്റീന, അപ്പം അത് വളരെ പോസിറ്റീവാണ് അർജന്റീനയ്ക്ക് നൽകുന്നു കേട്ടോ. ആ മത്സരശേഷം കിരീടം നേടിയ പോലെയാണ് മെസ്സിയൊക്കെ എടുത്തുയർത്തി അവർ ആഹ്ലാദിക്കുന്നു. മെസ്സി ഓരോ പ്ലേയേഴ്സിനെയും ഹഗ് ചെയ്യുമ്പോഴും മെസ്സി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം അത്തരത്തിൽ വളരെ ഇമോഷണലാണ് അർജന്റീനൻ ടീം. ആ ഒരു രീതിയിൽ അവർ ഓർഗനൈസ്ഡ് ഫുട്ബോൾ കളിക്കുന്ന സ്വിറ്റ്സർലൻഡിനെയാണ് നേരിടാൻ പോകുന്നത്. സ്വിറ്റ്സർലൻഡ് ഗ്രൂപ്പ് റൗണ്ടിലൊക്കെ ഗംഭീരമായി കളിക്കുന്നു. കൊളംബിയ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും നന്നായി ഫുട്ബോൾ കളിച്ച ടീമുകളിൽ ഒന്നുകൂടിയായിരുന്നു. കൊളംബിയക്കെതിരെ നിശ്ചയ സമയത്ത് അവർക്ക് ഗോൾ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ ഷൂട്ടൗട്ടിലേക്ക് വന്നപ്പോൾ ഷൂട്ടൗട്ടിലാണ് സ്വിറ്റ്സർലൻഡ് വിജയിച്ചു കയറുന്നത്. അപ്പോൾ സ്വിറ്റ്സർലൻഡ് അർജന്റീന മാച്ച് ഒരു ക്ലാസിക് പോരാട്ടം കൂടിയായിരിക്കും. അതിൽ ഗ്രാനിറ്റ് സാക്കയെ പൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ കൂടി അർജന്റീനയ്ക്ക് കേസിയാവും. അത് മിഡ്ഫീൽഡിൽ നിന്ന് തന്നെ സാക്കയെ പൂട്ടേണ്ടി വരും എന്നുള്ളതാണ്. ഫോർവേഡ്സിന് ബോൾ എത്താത്ത രീതിയിൽ സാക്കയെ പൂട്ടേണ്ടി വരും. ഇതൊന്ന് ഡീപ്പോളും മക്കിലിസ്റ്ററും കൂടി ആ ജോലി വൃത്തിക്ക് ചെയ്യും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇംഗ്ലണ്ടിൻ്റെ മുന്നേറ്റം അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നേറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരുപാട് ഉത്തരങ്ങൾ ടുഷേൽ നൽകുന്നുണ്ട് വിമർശകർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ഈ ഇംഗ്ലണ്ട് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും അധികം വിമർശനം നേരിട്ട കോച്ചാണ് ടുഷേൽ എന്ന് പറയുന്നത്. അതായത് ഫിൽഫോർഡിനെ അടക്കം ഒഴിവാക്കുന്നു, പാമറെ ടീമിലെടുക്കുന്നില്ല, അങ്ങനെയുള്ള മികച്ച ഫോമിൽ നിൽക്കുന്ന താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്തിയില്ല എന്ന തരത്തിൽ വിമർശനം നേരിട്ട താരമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു സെമിയിലേക്ക് കടക്കാൻ, ടീമിനെ എത്തിക്കാൻ കഴിഞ്ഞാൽ ആ വിമർശനങ്ങളെയൊക്കെ മുന്നോടിക്കാൻ കഴിയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ എത്രത്തോളം നിർണായകമാകുന്നു എന്നുള്ളതും പ്രസക്തമാണ്. ഇംഗ്ലണ്ട് നോർവേ മത്സരം. എൻ്റെ മറ്റൊരു കാര്യം, ജയേഷ് നേരത്തെ പറഞ്ഞതാണ്, ആ സ്പെയിൻ്റെ കളിയിലെയും നോർവേയുടെ കളിയിലെയും വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ബോക്സിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെയും പാസ് ടച്ച് ചെയ്ത് കളിക്കുന്ന സ്പാനിഷ് താരങ്ങൾ. മറുഭാഗത്ത് എർലിംഗ് ഹാലണ്ടിൻ്റെ ഒരു സൂചനയാണ്, അതായത് പന്ത് കിട്ടിയാൽ അടിക്കുക പോസ്റ്റിലേക്ക് എന്നുള്ള വൺ ടച്ച് ലക്ഷ്യത്തിലേക്ക് മാത്രം അടിക്കുന്ന താരം. അപ്പം അങ്ങനെ ഒരു താരം ഹാലണ്ട് അവിടെ ഉണ്ട് എന്നുള്ളത് ഇംഗ്ലണ്ട് വേഴ്സസ് വെല്ലുവിളിയാകും. ഈ മത്സരത്തെ ഹാലണ്ട് വേഴ്സസ് ഇംഗ്ലണ്ട് എന്നാണോ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്?
അങ്ങനെ തന്നെ പറയാൻ തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വൈറലായ ഒരു വീഡിയോ എന്നുള്ളത് ഹാലൻഡിന്റെ ഫസ്റ്റ് ഗോളിന്റെ ഒരു മൊബൈലിൽ പകർത്തിയതോ അങ്ങനെ ഒരു വീഡിയോ ആയിരുന്നു. ആ ബ്രസീലിനെതിരെയുള്ള ഗോള്. ആ ഗോളിന്റെ തൊട്ട് മുമ്പ് വരെ പുള്ളി വളരെ അലസനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അത് നമ്മളൊരു സിംഹം പിന്നെ വേട്ടയാടാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു രീതിയായിരുന്നു. അത് ഹാലൻഡ് വളരെ ശാന്തതയാണ് അല്ലാതെ. ഭയങ്കര ശാന്തമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇത് കളിയിലെ പക്ഷെ അദ്ദേഹം കളി നിരീക്ഷിക്കുന്നുണ്ട്, വിങ്ങിലൂടെ പന്ത് കയറുന്നത് നിരീക്ഷിക്കുന്നു, കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇതൊരു പ്രാക്ടീസ് മാച്ചാണോ എന്ന രീതിയിലാണ് അദ്ദേഹം നടക്കുന്നത്. പക്ഷെ കറക്റ്റ് സമയത്ത് അദ്ദേഹത്തിന്റെ പേസ് ആക്സിലറേറ്റ് ചെയ്യുന്നു, ഓടുന്നു, ആ ഹെഡർ, ആ തല കൃത്യമായിട്ടും ആ ക്രോസിന് വേണ്ടി വെക്കുന്നു, ഗോൾ അടിക്കുന്നു. അപ്പം അതിൽ ചെറിയ ഒന്ന് ഇടപെടാണ്. അത് എനർജി വെറുതെ വേസ്റ്റ് ആക്കാതിരിക്കുന്ന ഒരു പരിപാടിയാണ്. ലയണൽ മെസ്സിയുടെ ഏറ്റവും വലിയ ഗുണം അതാണ്. അപ്പോൾ മെസ്സിയുടെ മാച്ച് കഴിഞ്ഞ വേൾഡ് കപ്പിൽ കുറച്ച് മത്സരങ്ങൾ നേരിട്ട് കാണാൻ കഴിഞ്ഞുകൊണ്ട് പറയാണ്, നമ്മൾ ഇപ്പോൾ ക്യാമറയിൽ എപ്പോഴും മെസ്സിനെ കാണിച്ചുകൊണ്ടിരിക്കും. നമ്മളല്ലാത്ത സമയത്ത് നോക്കുമ്പോൾ മെസ്സിയുടെ തൊട്ട് അടുത്ത് വരെ ബോൾ ഉണ്ടെങ്കിലും അദ്ദേഹം വളരെ അലസനായിട്ട് നിൽക്കും. അപ്പോൾ ഡിഫൻഡേഴ്സ് കരുതും ഇത് കുഴപ്പമൊന്നുണ്ടാകാതെ ഞൊടിയിടയിൽ അങ്ങോട്ടും. അതിനകത്ത് ഏറ്റവും ഗംഭീരമായ ഉദാഹരണങ്ങൾ വന്നത് ഞാൻ നേരിട്ട് കണ്ട മത്സരം കൂടിയായിരുന്നു. ക്രൊയേഷ്യ വേഴ്സസ് അർജന്റീന മാച്ചിനകത്ത് മെസ്സി വളരെ കൂളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് മെസ്സിയിലേക്ക് ബോളുന്നു. മെസ്സി ഒന്ന് വെട്ടിത്തിരിഞ്ഞു വിടുമ്പോൾ അത് ജോസ് ഗാർഡിയോളായിരുന്നു തോന്നുന്നു. ഗോഡിയോളിനൊക്കെ ഓടി തോൽപ്പിക്കുക. ഗോഡിയോളിന് എനിക്ക് തോന്നുന്നു മെസ്സിയെക്കാളും 15-16 വയസ്സ് ഇളയ ആളാണ്. പക്ഷേ ഓടി തോൽപ്പിച്ച് പോയിട്ട് ബോൾ കൊടുക്കുന്നു, അത് അസിസ്റ്റ് വരുന്നുണ്ട്, അവിടെ ഗോളും വരുന്നുണ്ട്. അപ്പോൾ എനർജി വെറുതെ വേസ്റ്റ് ആക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കൃത്യമായിട്ട് ശാന്തമായിട്ട് നിന്ന് കിട്ടുന്ന സമയത്ത് ഞൊടിയിടയിൽ കയറിപ്പോയി അടിക്കുക എന്ന് പറയുന്ന വലിയ ക്വാളിറ്റിയാണ്. അത് ഹാളണ്ടിന് ആവോളം. തീർച്ചയായിട്ടും. പിന്നെ ഒരൊറ്റ കാര്യം കൂടി, അദ്ദേഹം ഈ ഓരോ 14 ടച്ചിലും അദ്ദേഹത്തിൻ്റെ ഗോളാണ്. ഓരോ ടച്ചിലും ഗോള് വരുന്നു എന്നുള്ളത് അതിലേക്ക്. അപ്പം അത്രമാത്രം ബോള് അദ്ദേഹത്തിൻ്റെ ആക്യുറസി നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു 86 വേൾഡ് കപ്പിൽ ഗാരി ലിനേക്കറിന് ശേഷം ഏറ്റവും ഗംഭീരമായ ഗോൾ ആക്യുറസി ഉള്ള പ്ലെയറാണ് ഹാളണ്ട് എന്ന് പറയുന്നത്. തീർച്ചയായും. ഇപ്പോൾ ഹാലൻഡിലേക്ക് വരുമ്പോൾ, മെസ്സിയിലേക്ക് വരുമ്പോൾ എല്ലാ ഈ പ്രധാനപ്പെട്ട കളിക്കാർ അവർ എനർജി വേസ്റ്റ് ചെയ്യുക. അതൊരു സ്ട്രൈക്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നും അതാണ്. കാരണം സ്ട്രൈക്കർ ഈ താഴേക്ക് ഇറങ്ങിയിട്ട് പന്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം കൃത്യമായിട്ടും പന്തെത്തുന്നിടത്തേക്ക് കളിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് കൂടുതൽ പന്തെത്തിക്കുക, ആ പന്തിന്റെ പൊസിഷനിൽ കൃത്യമായി അദ്ദേഹം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒരു സ്ട്രൈക്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായിട്ടും ഹാലണ്ട് ഈ ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളും, ഇപ്പോൾ ഹാലണ്ടിന്റെ കേസിൽ തന്നെ പല മത്സരങ്ങളിലും നമ്മൾ അതിന് മുമ്പത്തെ മത്സരങ്ങളിലൊക്കെ ഹാലണ്ട് ഹാലണ്ടൊന്നും ഇല്ലേ എന്നൊക്കെ പലപ്പോഴും ചോദിച്ചിട്ട്. കാരണം ഒരിക്കലും നമ്മൾ സ്ക്രീനിൽ ഈ ഫുട്ബോൾ മത്സരം കാണുമ്പോൾ അദ്ദേഹത്തെ അതെ നമ്മൾ കാണുന്നത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ അദ്ദേഹത്തിലേക്ക് പന്ത് എത്തിക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കർ എന്ന രീതിയിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. മാത്രമല്ല ഗോൾ ശരാശരി നോക്കുമ്പോഴും കളിച്ച മത്സരത്തെക്കാൾ കൂടുതൽ ഗോളുകൾ നേടുക എന്ന് പറയുമ്പോൾ ലോക ഫുട്ബോളിൽ അതൊരു വലിയൊരു എന്താ പറയുക, ഒരു അപൂർവത തന്നെയാണ്. കാരണം പലരും അതിനേക്കാൾ കൂടുതൽ മത്സരത്തിലാണ് ഒരു 10-20 ഗോളുകൾ അതിന് ഒരു 50 ഗോളുകൾ നേടിയിട്ടുണ്ടെങ്കിൽ ഒരു 70 മത്സരങ്ങളെങ്കിലും അല്ലെങ്കിൽ 80 മത്സരങ്ങളെങ്കിലും കളിക്കുന്നു എന്ന രീതിയിലാണ് നമ്മൾ പലപ്പോഴും പലരുടെയും ഗോൾ ശരാശരികൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കളിച്ച മത്സരത്തെക്കാൾ കൂടുതൽ ഗോളുകൾ നേടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ഹാലണ്ട് നോർവേയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ്. പക്ഷേ ഇംഗ്ലണ്ട് വേഴ്സസ് നോർവേ എന്ന് പറയുമ്പോൾ ഞാനൊരു എഡ്ജ് ഇംഗ്ലണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം ഇംഗ്ലണ്ട് ഈ ഹാലണ്ട് എന്ന ഒരാളിൽ മാത്രം ഒതുങ്ങുന്ന സമയത്ത് ഇംഗ്ലണ്ട് കുറച്ചുകൂടി ഗ്രൂപ്പ് ടീമായിട്ടാണ് കളിക്കുന്നത്. മാത്രമല്ല ഇംഗ്ലണ്ട് ശരിക്കും ഡിസേർവിംഗ് ആണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രീമിയർ ലീഗ്, അതായത് ഫുട്ബോൾ ക്ലബ്ബ് മത്സരം നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അതാണ് ജനപിന്തുണയുള്ള ലീഗ് നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലും ഹാരി കെയിൻ്റെ ക്യാപ്റ്റൻസിയും എടുത്തു പറയേണ്ടതാണ്. ഹാരി കെയിൻ 2018 മുതലേ അല്ലെങ്കിൽ കഴിഞ്ഞ ലോകകപ്പിലടക്കം അവർ പലപ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതേപോലെ ഒരു വലിയ ടീമിനോട് കളിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഇംഗ്ലണ്ടിന് പറ്റുന്ന അവസ്ഥകൾ. അവർ മുന്നേറുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ ക്വാർട്ടറിലോ അല്ലെങ്കിൽ സെമിയിലോ ടൂർണമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടീമുകളുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്നു. ആ സമയത്ത് അവർക്ക് പിഴക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. എങ്കിലും ഇംഗ്ലണ്ട് ഒരു ഗ്രൂപ്പ് ഗെയിം അല്ലെങ്കിൽ ഒരു ടീം ഗെയിം എന്ന രീതിയിൽ ഇംഗ്ലണ്ട് കുറച്ചുകൂടി ഡിസേർവിംഗ് ആണ് ഈ മത്സരത്തിൽ. 66 അവർ അവരുടെ ഏക ലോകകപ്പ് നേടി. ഇംഗ്ലണ്ടിന് ചെറിയൊരു ആശങ്കയുള്ളത് ക്വാൻഷയ്ക്ക് കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു മെക്സിക്കോക്കെതിരെ. ഒപ്പം തന്നെ ഗോഹിക്കൊരു ഇഞ്ചുറി കൺസേൺ ഉണ്ട്. ഡിഫൻസിൽ 2 പ്രധാന പ്ലെയേഴ്സിന് ആശങ്കയുള്ളത് അത് നോർവേക്ക് വലിയ പോസിറ്റീവ് ആവും. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിട്ടിയ ചാൻസ് മുതലാക്കാൻ നിൽക്കുന്ന ഹാളണ്ട് അപ്പുറത്തുള്ളപ്പോൾ. തീർച്ചയായിട്ടും. അപ്പം മറ്റേ കളിയെ കൂടി പരാമർശിച്ചിട്ടുണ്ടെന്ന് നിർത്താമെന്ന് തോന്നുന്നു. അതായത് ആക്രമണ ഫുട്ബോൾ കളിച്ചു തുടങ്ങുന്ന ടീമായി കളിക്കുന്ന അർജന്റീനയും മറുഭാഗത്ത് ക്ലാസ്സിലെ
ടോപ്പ് സ്കോറർ. അതിലെ ടോപ്പ് സ്കോറുള്ള അർജൻറ്റീനയും മറുഭാഗത്ത് കൗണ്ടർ അറ്റാക്കിങ്ങിലുള്ള അതിവേഗം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന സ്വിസ്സും. അപ്പോൾ അവരുടെ പ്രതിരോധവും ശക്തമാണ്. അപ്പോൾ 2 മത്സരങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നു. ഇന്ന് അർദ്ധരാത്രിയിൽ, നാളെ 6:30 അർജൻറ്റീനയുടെ മത്സരം. അത് ഗംഭീരമായിട്ടുള്ള മത്സരമാകും. ക്വാർട്ടറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സംശയം വേണ്ട. ആ മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നാളെ. നമസ്കാരം.